അപ്പനെന്തേ? മുറിയിലുണ്ട്. പിന്നെ നീ ഇന്ന് തല്ലിയത് ആരെയാണെന്ന് ഓർമ്മയുണ്ടോ? കുഞ്ഞെന്തിയപ്പാ? പറയൂല. പറയപ്പാ, കുഞ്ഞെന്തിയെ? വാ തുറന്ന് പറ, കുഞ്ഞെന്തിയെ? ഞാൻ പറയൂല. പറയപ്പാ, കുഞ്ഞെന്തിയെ? അതിനകത്തുണ്ട്. കണ്ടുപിടിച്ചേ. ആ കാര്യം വീണ് മാപ്പ് പറ. വയററിയാതെ തീറ്റയും കൊടുക്കും, പ്രായം അറിയാതെ കുഞ്ഞിന് രോഗത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കുകയും ചെയ്യും. അപ്പാ, അപ്പാ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും. എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അത് തന്നെ. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. പാപ്പാ, എനിക്ക് പേടിയാ. പാപ്പാ. പേടിയാ. സോറി, സോറി. സർ, എന്താ? ഞാൻ എന്റെ അപ്പനെന്ന് വിളിച്ചോട്ടെ? അതിനെന്താ? വിളിച്ചോളൂ. എവിടെ? അപ്പാ വാ. ഞാൻ പോണില്ലേ? വേണ്ട. ചെല്ലാൻ പറ. എന്റെ അപ്പന്റെ കഷ്ടപ്പാടുകളും യാതനയും പ്രാർത്ഥനയും ഉണ്ട്. എന്റെ ഈ വിജയം എന്റെ അപ്പന്റെ വിജയമാണ്. ഇനി എന്റെ കുഞ്ഞിനെ തന്നേക്ക്. ഇവിടെ തനിക്കൊരു പണി കണ്ടല്ലോ. ഇത് എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടാനിരിക്കാൻ ഞാൻ. അങ്ങനെ പറയരുത്. ഞാൻ നന്നായി ബിരിയാണി വെക്കും. എനിക്കും കുഞ്ഞിനും കിടക്കാൻ ഒരു ഇടം തന്നാ മതി. ഞങ്ങൾക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല, അതുകൊണ്ട്